അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എൻ്റെ കൂട്ടുകാർക്കൊക്കെ സുഖമാണോ? എന്താ വിശേഷം? ഞാനങ്ങനെ ദുബായിൽ നിന്ന് സൗദിയിലേക്ക് തിരിച്ചെത്തി. ഇന്നലെയാണ് എത്തിയത്. വരുമ്പോൾ ഉള്ള വീടൊന്നും ഞാൻ എടുത്തില്ല. കാരണം എനിക്ക് വല്ലാത്ത വിഷമമായിരുന്നു. കുട്ടികളെയൊക്കെ പിരിഞ്ഞ് വരുമ്പോൾ വല്ലാത്ത എന്തോ ഒരു ഇടങ്ങേറ് പോലെയായിരുന്നു. കുട്ടികളും ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ വരുന്നേരം എനിക്കും സങ്കടം കൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അനിയത്തിമാരും അവരെ മക്കളും പിന്നെ ആങ്ങളെയും ഭാര്യയും എല്ലാം ആയിട്ടെന്നും പുറത്തും അകത്തൊക്കെ ആയിട്ട് നല്ല ഒരു അടിപൊളിയായിരുന്നു. ഒരു മാസം എനിക്ക് ഒരാഴ്ച പോലെ തോന്നിയത്. പിന്നെ ഇവിടെ എത്തിയപ്പോൾ ഒരു വല്ലാത്തൊരു മൂഡ് ഓഫ്, ഒന്നും ശരിയായിട്ടില്ല. ഇനിയിപ്പോൾ ഒരാഴ്ചയൊക്കെ കഴിയണം ഒന്ന് സെറ്റായി വരണമെങ്കിൽ. ഇന്ന് ചായക്ക് ഒരു കടി ഉണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കുക. കുറേ ആയിട്ട് വീഡിയോ ഒന്നും ഇടാനും എടുക്കാനൊന്നും പറ്റുന്നില്ല. അവിടെ നിന്നാകുമ്പോൾ പിന്നെ പുറത്ത് പോകുമ്പോഴൊക്കെ ഒരു വീഡിയോ ഒക്കെ എടുക്കാമല്ലോ. ഇവിടെ അങ്ങനെയല്ല, റൂമിൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും കുക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ കഴിയുള്ളൂ. പുറത്തെ വീഡിയോ എല്ലാം വളരെ കുറവാണ്. ആഴ്ചക്ക് ഒരു ദിവസമൊക്കെയാണ് ഇവിടുന്ന് പുറത്ത് പോകാൻ. അവിടെ അങ്ങനെയല്ലോ, ദിവസവും പോവും. ഇവിടുത്തെ ഇക്ക എന്നും ഇപ്പോൾ എന്താ പറയുക, എപ്പോഴും ഓഫീസിലാണ്. രാത്രി 12 മണിയാവും വരാൻ റൂമിൽ. ആഴ്ചക്ക് ഒരു ദിവസം എന്നെ പുറത്തൊക്കെ കൊണ്ടുപോകുള്ളൂ. ഇവിടെ ഞാനൊരു കൂട്ടിലെ ഒരു പക്ഷിയാണ്. അവിടെ അങ്ങനെയല്ല, എന്നും എനിക്കിഷ്ടമുള്ളവരും പറക്കുക. അങ്ങനെ ആയിരുന്നു. എന്തായാലും ഞാൻ ചിക്കൻ പൊരിച്ച് മസാല ഉണ്ടാക്കി. ഒരു 3 ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പാകത്തിന് ഉപ്പ്, ഇച്ചിരി മഞ്ഞൾ പൊടി, ഗരം മസാലപ്പൊടി, 1/4 ടേബിൾ സ്പൂണ് ചിക്കൻ മസാലപ്പൊടി ഒക്കെ ഇട്ട് ചിക്കൻ പൊരിച്ചതും പിച്ചിയിട്ട് മസാല റെഡിയാക്കി. അതിൻ്റെ അകത്ത് മുട്ട പുഴുങ്ങി, 6 മുട്ടയാണ്, അത് പകുതിയാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ മൈദമാവും ഗോതമ്പ് മാവും പകുതിയാക്കി എടുത്ത് കുഴച്ച് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തി എടുക്കുന്നുണ്ട്. ആരെങ്കിലും ഇത് കണ്ടിട്ട് ഉണ്ടാക്കുമെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ എന്ന് വെച്ചാൽ അങ്ങനെ പറയാണ്. ഒരുപാട് തവണ മസാലയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടതാണ്. ഇത് നമ്മുടെ കണ്ണൂക്കാർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇറച്ചിപ്പത്തിലാട്ടോ. അധികം ഉണ്ടാക്കും എല്ലാവരും. ഞാൻ ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോളി, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഞാനിത് പിന്നെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്ന അടുത്ത റൂമിലൊക്കെ ഒരു താത്ത ഉണ്ട്, അവർക്ക് നല്ല ഇഷ്ടമാവും. അവർക്കും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് ഇത്രയൊന്നും വേണ്ടല്ലോ. അങ്ങനെ ഒന്ന് പരത്തി മസാല വെച്ച് രണ്ടാമത്തെ അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒട്ടിച്ച് മുറിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ വലുപ്പമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കുക. ഞാനൊരു പൂരിൻ്റെ വലുപ്പത്തിലാണ് ഉണ്ടാക്കൽ. കണ്ട, ഇതുപോലെ ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണിത്. കണ്ട, ഇനിയല്ല ഇതുപോലെ ഓരോന്നോരോന്ന് പരത്തിയെടുക്കുക. ഞാൻ 12 എണ്ണമാണ് ഉണ്ടാക്കുന്നത്. 6 മുട്ടയാണ് പുഴുങ്ങിയെടുത്തത്. പിന്നെ എൻ്റെ ചാനൽ 1K ആയിട്ടുണ്ട് കൂട്ടുകാരെ. എല്ലാവരോടും കൂടിയാണ് ഞാൻ പറയുന്നത്. അതുപോലെ മോണി ആയിട്ടുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. എത്ര പറഞ്ഞാലും തീരാത്ത സന്തോഷവും നന്ദിയുണ്ട് നിങ്ങളോട് എല്ലാവരോടും. കാരണം 1.5 മാസം കൊണ്ടാണ് എനിക്ക് മോണിയായതും സബ് കിട്ടിയതൊക്കെ, 1K ആയതല്ലോ. എൻ്റെ പഴയൊരു ചാനൽ എനിക്കുണ്ട്, കുറച്ച് കൂട്ടുകാർക്കൊക്കെ അറിയാം. 1.5 കൊല്ലമായി ആ ചാനൽ എൻ്റെ അടുത്ത്. റിയാദ് ബ്ലോഗ് എന്നാണ് ചാനലിൻ്റെ പേര്. അതിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് വീഡിയോസൊക്കെ ഇട്ട് അതെവിടെ ആയിട്ടില്ല. അവസാനം എനിക്ക് മനസ്സാകെ മടുത്തു. അതിൽ വീഡിയോ ഇടാനൊന്നും താല്പര്യമില്ലാതായി. കാരണം ഒരു വർഷം വരെ എനിക്ക് ആ ചാനൽ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാതായി. അങ്ങനെയാണ് എനിക്ക് പിന്നെ വ്യൂസ് തീരെ ഇല്ല. പിന്നെ കയറിയ വാച്ച് അവറെല്ലാം മൊത്തമായിട്ട് അങ്ങ് താഴോട്ട് പോയി. പിന്നെ എനിക്ക് വീഡിയോ ഇടാൻ താല്പര്യം ഇല്ലാതായി. പിന്നെ ഇടയ്ക്ക് ആർക്കും വേണ്ടി ഇടുന്ന പോലെ ഇടും. ചാനൽ തോന്നുമ്പോൾ ഇടും, തോന്നുമ്പോൾ ഇല്ലയെന്ന് പറഞ്ഞ പോലെ. അന്നേരം പിന്നെയാണ് എനിക്ക് തോന്നിയത് ഒരു പുതിയൊരു ചാനൽ തുടങ്ങിയാലോ എന്ന് വിചാരിച്ചു. ഇക്കാനോട് ചോദിച്ചപ്പം പറഞ്ഞത്, എനിക്ക് വട്ടാണോ, പഴയതും
പഴയതും കളഞ്ഞേക്ക് ഇനി പുതിയത് തുടങ്ങുകയും വേണ്ട, എന്ത് ചാനൽ ഇതൊക്കെ എന്തിനെന്നൊക്കെ പറഞ്ഞ് മൂപ്പര് തീരെ സപ്പോർട്ട് ഉണ്ടായില്ല. എന്നിട്ട് ഞാൻ എൻ്റെ മനസ്സിലും ഉണ്ട് ഇനി പുതിയ തുടങ്ങിയിട്ട് എവിടെ ആകാൻ എന്താകാനാ, 1.5 കൊല്ലം ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എവിടെ എത്തിയിട്ടില്ല, ഇനിയിപ്പോൾ ഒന്നൊന്നേ എവിടെ എത്താനെല്ലാം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്നു. എന്നാലും വേണ്ടിയില്ല എന്ന് വിചാരിച്ച് വെറുതെ ഒന്ന് തുടങ്ങി 2-3 ഷോട്ടൊക്കെ ഇട്ട് പിന്നെ ഞാൻ മൈൻഡ് ചെയ്തിട്ടേ ഇല്ല. പിന്നെ കുറച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോ കുറേ ദിവസം അനങ്ങുന്നൊന്നും കണ്ടിട്ടില്ല. പിന്നെയും ഞാൻ പഴയ ചാനലിൽ തന്നെ ആയിരുന്നു എൻ്റെ നോക്കലും ഇട്ടുകൊണ്ടിരിക്കലെല്ലാം അതിൽ തന്നെ ആയിരുന്നു. പിന്നെ ഒരു ദിവസം പുതിയ ചാനലിൽ ഒരു വീഡിയോ ഇടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോയും കൊണ്ട് വന്നപ്പോഴാണ് ഞാനിത് ഓപ്പൺ ചെയ്തിട്ട് കാണുന്നത്. എനിക്ക് 1K ആയതും എൻ്റെ ഒരു വീഡിയോ ഓടിയതും ഒക്കെ. പിന്നെ എനിക്ക് നല്ല ആവേശവും സന്തോഷമൊക്കെ ആയി. പിന്നെ ഞാൻ ഇതിൽ തന്നെ വീഡിയോ ഇടാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ചാനൽ തുടങ്ങി പരാജയപ്പെട്ടതായിട്ട് തോന്നണ്ട, പുതിയതൊന്നും കൂടി നോക്കുക. ഒരു ചാനൽ പഴയത് കളയാതെ ഒരു ചാനൽ തുടങ്ങി നോക്കുക. എന്നിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന വീഡിയോസൊക്കെ ഇട്ട് നോക്കുക. ഏതെങ്കിലും ഒരു വീഡിയോ ഓടിയാൽ രക്ഷപ്പെട്ടല്ലോ. എൻ്റെ അനുഭവം കൊണ്ട് നിങ്ങളോട് കൂടി പറയുകയാണ് കേട്ടോ. പിന്നെ ആരടുത്തും പോയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ആരും കുടുംബക്കാരാട്ടെ കൂട്ടുകാരാട്ടെ ആരും സപ്പോർട്ട് ചെയ്യുകയില്ല. തുടക്കത്തിൽ 1-2 വീഡിയോ ഒക്കെ കാണും, അല്ലാതെ ആരും സപ്പോർട്ടൊന്നും ചെയ്യില്ല. സപ്പോർട്ടൊക്കെ നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ട് നിൽക്കുമ്പം നമുക്ക് വ്യൂസൊക്കെ തന്നെത്താൻ കയറും. അതാണ് എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളോട് പറഞ്ഞ് ഞാനങ്ങനെ എൻ്റെ ഇറച്ചിപ്പത്തിലൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ ചാനലിൽ എൻ്റെ കൂട്ടുകാരികളൊക്കെ എൻ്റെ അടുത്ത് ഞാൻ ആകെ ഒരു 5-6 വീഡിയോ ഇടുമ്പോൾ തന്നെ ചോദിക്കൽ, പൈസ കിട്ടുന്നുണ്ടോ, പൈസ കിട്ടാനായോ, ഇതൊക്കെ ചോദിക്കാൻ എനിക്ക് നല്ല ആവശ്യമായിരുന്നു. പക്ഷേ എൻ്റെ വീഡിയോ കാണലോ ലൈക്ക് ഇടലോ ഒന്നുമില്ല. അങ്ങനെ ആ ചാനൽ എനിക്ക് തുടങ്ങുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ചൊന്നും ചാനൽ എന്താണെന്ന് പോലും അറിയില്ല. അതിൽ കൂടി എനിക്ക് ഒരുപാട് പഠിക്കാനായി. പുതിയ ചാനൽ തുടങ്ങുമ്പോൾ അതിൻ്റെ അനുഭവം വെച്ചിട്ട് ഇതിൽ ഞാൻ ആരെടുത്തും ഇങ്ങനെ ഒരു ചാനലുള്ള കാര്യം തന്നെ എൻ്റെ കൂട്ടുകാരത്തിയൊക്കെ അറിയില്ല, എൻ്റെ കുടുംബക്കാർക്കും അറിയില്ല. എൻ്റെ ഇക്കാക്ക് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് ഇക്കാനടുത്ത് തന്നെ ഞാൻ പറഞ്ഞത്. ആർക്കും എൻ്റെ മോൾക്ക് പോലും അറിഞ്ഞൂടാ ഇങ്ങനെ എനിക്കൊരു ചാനലുണ്ട് എന്നുള്ളത്. സംഭവം അതാ നല്ലത്, നമ്മളൊരു ചാനലുണ്ടെന്നേ ആരടുത്ത് സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആരോടും പോയി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. അതുപോലെ ആരും സപ്പോർട്ട് ചെയ്യുകയില്ല. അപ്പോൾ നമ്മളെല്ലാവരും വീഡിയോ നമുക്ക് പറ്റുന്ന സപ്പോർട്ട് കൊടുക്കുക, കാണാം, നമുക്ക് ഇങ്ങോട്ടും സപ്പോർട്ട് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എൻ്റെ അനുഭവത്തിലുള്ള കാര്യം നിങ്ങളടുത്ത് പറഞ്ഞതാണ്. ഇഷ്ടമെങ്കിൽ എല്ലാവരും എൻ്റെ കൂടെ കൂട്ടായി വന്ന എല്ലാവരും തുടർന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ ഇറച്ചിപ്പത്തിലെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.